നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവൻ. അങ്ങനെയാണ് പുത്തൻ കുട്ടിക്കുപ്പായ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയത്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ടിങ്ങിന്റെ കൂടെ പാടാൻ പറ്റി. ഒരു കിന്നര ഗാനം ഒളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാൻ തന്നെ നല്ല ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടിയ അപ്പൊ നമുക്ക് കൂടുതൽ പാടാനൊരു ഇതാണ്. ഒരു സിംഗർ എന്ന നിലയിൽ മോന്റെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്തായിരിക്കും ഇതുവരെയുള്ള ഈ ഒരു ജേണിയില്? അവന്റെ പാഷൻ എന്താണോ അനുസരിച്ചാണ് ഇന്നത്തെ റോസാബ് കിൻഡർ കിഡ് ടോപ്പ് ടാലന്റ് ഒരു സിംഗറാണ്. വിവിധ സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്ത് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള മിഷാൽ മൂന്നിയൂരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ മിഷാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? മിഷാൽ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് അതുപോലെയുള്ള ഷോസിലൊക്കെ എത്തിയത്? അതുപോലെ അവിടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ഒന്ന് പറയോ? ഞാൻ ആദ്യം ചെറിയ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെയാണ് പുത്തൻ കുട്ടിക്കുപ്പായ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയത്. അതിനുശേഷം പാട്ടിലെടുത്തേണ്ട മാറ്റങ്ങളൊക്കെ കുറച്ച് മനസ്സിലായിരുന്നു. അവിടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഷോയിൽ പങ്കെടുത്തതിന് ശേഷം ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ടിങ്ങിന്റെ കൂടെ പാടാൻ പറ്റി. പിന്നെ നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു. പിന്നെ അവരൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് കുറെ മാറ്റങ്ങളൊക്കെ പാട്ടിന് വന്നു. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി തോന്നുന്നു അല്ലെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോ പല കാറ്റഗറിയിലുള്ള പാട്ടുകൾ കേൾക്കുന്നതാണല്ലോ അല്ലെ? അപ്പം മിഷാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് തരത്തിലുള്ള പാട്ടുകൾ പാടാനാണ്? ഞാന് ചെറുപ്പത്തിലൊക്കെ ആദ്യം പാടി തുടങ്ങിയത് മാപ്പിളപ്പാട്ടാണ്. പക്ഷെ ഇപ്പൊ മാപ്പിളപ്പാട്ടും പാടും, കൂടെ ഫിലിം സോങ്സ് പാടും, പിന്നെ ഹിന്ദി മെലഡി സോങ്സ് പാടും, പിന്നെ ഒരുവിധം എല്ലാ ടൈപ്പ് സോങ്സും പാടും അല്ലെ? അപ്പം മോൻക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുമോ? ഓക്കെ. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ധൂരത്തിൻ രാഗപരാഗം. നിന്നിലെ നീഹാരബിന്ദുവിൽ ഞാൻ സൂര്യനായി വന്നൊളിച്ചിരുന്നേ. വിശാൽ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നേ? നയൻത്തിൽ അല്ലേ? അപ്പം ഇങ്ങനെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഞാൻ 8th പഠിക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചർ ലീജ മാം നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഞാൻ 8th പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ അഷ്റഫ് സർ, അദ്ദേഹം നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴും നല്ല സപ്പോർട്ട്. ഞാൻ വിട്ടുകൊടുക്കുന്ന എല്ലാ സോങ്സിനും നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ മാറി. ഇപ്പോഴത്തെ പ്രിൻസിപ്പാളും നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോ എന്റെ ക്ലാസ് ടീച്ചർ ജിനിഷ മാം നന്നായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ മോന് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറില്ലേ? പങ്കെടുക്കാറ്. അപ്പം ഇതുവരെ ഏതൊക്കെ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട്? കഴിഞ്ഞ വർഷം ജില്ലയില് മാപ്പിളപ്പാട്ടിന്, അതിന് മുമ്പത്തെ വർഷം സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പം അന്ന് പാടിയത് മാപ്പിളപ്പാട്ടാണല്ലേ? ഓക്കെ. അപ്പം ആ സ്റ്റേറ്റിലെത്തിയ ആ ഒരു ഇതിൽ മോൻ എത്തിച്ച ആ ഒരു പാട്ടുണ്ടാവുമല്ലോ, ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? ജനം ഹബീബുള്ളാത്തമേ വിട്ട് കവലത്തിൽ തീരിന്ത കൂളിൽ ബിണ്ടേ തീരിന്ത കൂളിൽ ബിണ്ടേ. എൻ തടി തൊട്ടും തട്ടി വിലക്കമിൽ നീലക്കിട്ട തിരയും ഹാലിൽ വിതയെന്ന് ഷഹീദായി പോകും വായില്ല നാൾ നബിയെ കണ്ടിടും കൈത്വാനിൽ നബിയെ കണ്ടിടും കൈത്വാനിൽ. രണ്ടിലതുണ്ട് പരാമലിപ്പടി നിപ്പിടയണ്ടുളമായി നിലപ്പതിൽ. രണ്ടിലതുണ്ട് പരാമലിപ്പടി നിപ്പിടയണ്ടുളമായി നിലപ്പതിൽ. രക്ത നിറത്തനിലെ മുഖത്തിറമൊത്ത ഒരു തരെ നാൻ തരിത്തിടേ.
അണ്ടവർ ഇണ്ടവരാം അതിണ്ട് തിരിന്തിട നിന്നളവിൽ അണ്ടവർ ഇണ്ടവരാം അതിണ്ട് തിരിന്തിട നിന്നളവിൽ അധികത്താൽ മുഷിരിക്കിനാനവർ ബന്ധു മുന്നീട്ടക്കരു വീരരിൽ அப்போதில் என்னை தன்னை துயதா வந்து ആരുണക്കരുത്തരായേ അവരിലെ കയറിപ്പോയല്ലോ കവാസിലുകൾ അവരപ്പോൾ നീലപ്പതായേ അവരപ്പോൾ നീലപ്പതായേ. നന്നായിട്ട് പാടിട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള മാപ്പിള പാട്സ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ. എന്നും അതിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി നിലനിർത്തുന്നതാണ് മാപ്പിള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രഡീഷണൽ സോങ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ മോൻ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാനും അതുപോലെ പഠിക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഇർഷാസ് എന്ന് പറഞ്ഞ മാഷിന്റെ സ്കൂളില് അവരാണ് എന്നെ ഇങ്ങനത്തെ ഇതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തല്ലോ. സ്കൂൾ കലോത്സവത്തിലുള്ള മാപ്പിള പാട്ടൊക്കെ സെലക്ട് ചെയ്തല്ലോ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇതുപോലുള്ള വേറെ പാട്ടുകളൊക്കെ മോന് പാടാറുണ്ടോ? പാടാറുണ്ട്. അങ്ങനത്തെ ഒരു പാട്ട് കൂടി ഒന്ന് പാടുമോ? പിറകേ റസൂലുള്ള അമ്മത്തവർ ബിന്ത് പേരാകും ഹംലത്ത് പിറകേ റസൂലുള്ള അമ്മത്തവർ ബിന്ത് പേരാകും ഹംലത്ത് அப்போதில் நபி முன் வந்து சிறியாலே பார்த்தொரு கோலினை தேடிக்கோனே செப்பினார் துவஹாவே ആരെ തൊട്ട് ഫർദാനവന്റെ ഹബീബ് നബിയാരൊറ്റ ഫലുറ്റോ നിൻമാമൻ ഹംസത്ത് അവരെ തൊട്ടി റസൂൽ അവരേകൾ തിരിത്ത് അവർ ചൊന്നാൽ ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഒരു സിംഗർ എന്ന നിലയില് മോന്റെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്തായിരിക്കും ഇതുവരെയുള്ള ഈ ഒരു ജേണിയില്? അത് പുത്തൻകുട്ടിക്ക് റിയാലിറ്റി ഷോയില് പങ്കെടുക്കാൻ പറ്റി, കുറെ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് എത്താൻ പറ്റി, പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. മൻസൂർ ക്ലിനിക്കോട്, ഹനീഫ മുടിക്കോട്, പിന്നെ സരിഗമപ്പയിലെ ജഡ്ജി ഉണ്ട് റിജിയ യൂസഫ് എന്ന് പറഞ്ഞാൽ, പിന്നെ അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ കുറെ പേരൊക്കെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഇനിയും കൂടുതൽ പാട്ടുകൾ പാടാനും അതുപോലെ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കട്ടെ. മ്യൂസിക്കിൽ മോനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോനൊരു റോൾ മോഡലൊക്കെ ആയിട്ട് കാണുന്ന ഇതാരൊക്കെയെന്ന് പറയും? അത് MG ശ്രീകുമാർ, ഉദിത് നാരായൺ, പിന്നെ ഹിന്ദി സോങ്സിൽ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് റാഫി, പിന്നെ ജഗ്ജിത് സിംഗ്, അവരൊക്കെ ഉണ്ട്. അങ്ങനെ. ഓക്കെ. അപ്പം ഇവരാരെങ്കിലും മോനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്ന് പാടുമോ? ഇപ്പൊ മുഹമ്മദ് റാഫി പാടിയിട്ടുള്ള ആനെ സെ ഉസ്കെ आने से उसके आए बहार जाने से उसके जाए बहार बड़ी मस्तानी है मेरी महबूबा मेरे जिंदगानी है मेरी महबूबा आने से उसके आए बहार जाने से उसके जाए बहार बड़ी मस्तानी है मेरी महबूबा मेरे जिंदगानी है मेरी महबूबा. വിശാലിന് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ മെലഡിയിലുള്ള ഒരു പാട്ട് കൂടെ നമ്മൾ പാടിയാലോ? ജഗ്ജിത് സിംഗിന്റെ ഹോട്ടോസ് എന്ന് പറഞ്ഞ സോങ് പാടാം. होठों से छू लो तुम होठों से छू लो तुम मेरा गीत अमर कर दो बन जाओ मीत मेरे प्रीत अमर कर दो होठों से छू लो तुम मेरा गीत अमर कर दो ना उम्र की सीमा हो ना जन्म का हो बंधन
ना उम्र की सीमा हो, ना जन्म का हो बंधन, जब प्यार करे कोई तो देखे केवल में, नई रीत चला कर तुम ये रीत अमर कर दो, नई रीत चला कर तुम ये रीत अमर कर दो. നന്നായിട്ടുണ്ട്. വിശാൽ ഇപ്പൊ ലൈവ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാണാറുണ്ടല്ലോ. ആ, അപ്പം അതിനൊക്കെ വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്? അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് കുറച്ചു പ്രാവശ്യം പാട്ട് കേൾക്കും, പിന്നെ അത് പഠിച്ചിട്ട് 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് പാടും. ഓക്കെ, ഓഡിയൻസിന്റെ അടുത്ത് നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഓഡിയൻസിന്റെ സപ്പോർട്ട് ആണ് നമുക്ക് പാടാൻ കൂടുതൽ എനർജറ്റിക് ആക്കുന്നതും ഒരു നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന സപ്പോർട്ട്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് പോയ കൊണ്ടോട്ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ നല്ല ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടിയ, അപ്പൊ നമുക്ക് കൂടുതൽ പാടാനൊരു ഇതാണ്. ഓക്കെ ഓക്കെ, മോൻ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയ പാട്ട് അതൊന്ന് പാടും. കാലമേറെ കൽബുരുകി കാത്തിരിക്കുന്നോടെ, കണ്ണുനീരിൽ ജീവിതം കുടിച്ചു തീർക്കുന്നോളെ, എൻ കിനാവിലപ്സരസായി നൃത്തമാടുന്നോളെ, മാനസ പൂങ്കാവനത്തിൽ വന്നു നിൽക്കുന്നോളെ, കാലമേറെ കൽബുരുകി കാത്തിരിക്കുന്നോളെ, കണ്ണുനീരിൽ ജീവിതം കുടിച്ചു തീർക്കുന്നോളെ. ഇന്നിപ്പോ വളർന്നു വരുന്ന സിംഗേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ സോഷ്യൽ മീഡിയ, എക്സ്പെഷ്യലി ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ. മിശാല് അങ്ങനെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ത്രൂ ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ടോ? ഏതാണ്? ഇൻസ്റ്റ ത്രൂ ആണ് ചെയ്യാറ്? മിശാൽ എന്ന് പറഞ്ഞ മോന്റെ ID ത്രൂ തന്നെയാണ്, അതിലൂടെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ മിശാലിനെ പോലെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലെ? നല്ല കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ മിശാലിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒറ്റ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കരുത്, പിന്നെ ഡെഡിക്കേഷനോട് കൂടി പാടുക, പിന്നെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പാടിയാൽ ആർക്കും പാടാം, പാട്ട് കഴിവുള്ളവർക്ക് ആർക്കും പാടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ പാഷനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക അല്ലേ? അതാണ് ഇപ്പൊ മിശാലിന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടൂടെ ആയാലോ? ഞാൻ പാടുന്നത് ഉദിത് നാരായണന്റെ ഒരു കിന്നരഗാനം എന്ന് പറഞ്ഞ സോങ്. ഒരു കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം, അമ്പിളിമാനത്തണ്ടി നിലാവെ പോലെ, ഒരു കുമ്പിളിൽ നിറയെ കൂവളമുട്ടുകൾ കോത്തുമിടഞ്ഞത് നീട്ടാം, കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം, പറയാൻ ഓരോ കഥയുണ്ട് അറിയാൻ കൂടെ പോരാമോ, ഇനിയുണ്ട് തങ്കത്തത്തമ്മേ, കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം, അമ്പിളിമാനത്തണ്ടി നിലാവെ പോലെ, ഒരു കുമ്പിളിൽ നിറയെ കൂവളമുട്ടുകൾ കോത്തുമെടഞ്ഞത് നീട്ടാം, കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം. ഇനി ഏതാ പാടുന്നേ? ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ആവശ്യത്തിലെ ഇല്ലുമിനാറ്റി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലൊന്നെടുത്ത് വച്ചാൽ സ്വർഗം പോലും മണ്ടം വേൾഡ് ഇല്ലുമിനാറ്റി
മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ കുലമല്ലോ മിനാറ്റി ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ കുലമല്ലോ മിനാറ്റി. നന്നായിട്ട് പാടിട്ടോ. ഇനി നമുക്കൊരു ഹിന്ദി സോങ് നോക്കിയാലോ? हो मेरे मने बता दे तू किस ओर चलाए तू क्या पाया नहीं तूने क्या ढूंढ रहा है तू जो है कही जो है सुनी वो बात क्या है बता मितवा कहे धड़कने तुझसे क्या मितवा ये खुद से चुनाओ छुपा. നന്നായിട്ട് പാടിട്ടോ. അപ്പോൾ മിശാലി ഇനിയും ഇതുപോലെ ഒരുപാട് ഷോസിലൊക്കെ പാടാൻ കഴിയട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തേന്ന് ആശംസിക്കുകയാണ്. അപ്പം മിശാലിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉമ്മനെ കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? ഓക്കെ. ഹലോ, മിശാലിന്റെ ഉമ്മയാണല്ലേ? എന്തായിരുന്നു പേര്? എൻ്റെ പേര് സെമീറ. സെമീറ. എൻ്റെ പേര് കമറുദ്ദീൻ. കമറുദ്ദീൻ അല്ലേ? അപ്പം നമുക്കറിയാലോ മിശാൽ ഇപ്പം ഈ നിലയിലെത്തിയതിന്റെ മെയിൻ കാരണം നിങ്ങൾ പാരൻസ് ആണ് അല്ലേ? നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഈ നിലയിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലാണ് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാറെന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ. എന്നെ ചെറുപ്പത്തിൽ തന്നെ പാടാറുണ്ട്. അപ്പോൾ പാട്ടിനാണ് അവനക്ക് താല്പര്യം എന്നുള്ളതുകൊണ്ട് അത് ഫോളോ ചെയ്തിങ്ങനെ പോകുന്നു. പിന്നെ അവൻ്റെ പാഷൻ എന്താണോ അനുസരിച്ചാണ് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പം മോൻ്റെ പാഷന് നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പാരൻസ് ഉണ്ട്, നമുക്കറിയാം. മക്കളെ പാഷനൊന്നും ഫോളോ ചെയ്യാൻ സമ്മതിക്കാതെ പഠിക്കാൻ വേണ്ടി മാത്രം ഫോഴ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അങ്ങനെ അവൻ്റെ ഒരു പാരൻസ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ അവൻ്റെ താല്പര്യത്തിനാണ് നിൽക്കാറ്. അത് പഠനം എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ചെയ്യാറില്ല അല്ലേ? ഇപ്പൊക്കെ എന്താണ് പറയാനുള്ളത്? പഠനത്തിൽ മാത്രമല്ല അവൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അത് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ആകുമ്പോൾ മക്കളെ എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. രണ്ട് നിലയിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇത്ര നേരം ഞങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് പറയാണ്. അപ്പോൾ മിശാലിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനും ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കട്ടെ എന്ന് പറയാണ്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ മിശാലിന് റോസാപ്പിൻ്റെ ചെറിയൊരു ഉപകാരമാണ്.